ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 6-ാം തീയതി തിങ്കളാഴ്ച ദിവസം 1299 മേടമാസം 23-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 16-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:09 അസ്തമയം വൈകുന്നേരം 6:28 അതുപോലെ തന്നെ നാളത്തെ തിഥി ത്രയോദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ഞായറാഴ്ച സന്ധ്യാസമയം 7:59 രേവതി നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച വൈകുന്നേരം 5:44 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രേവതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ രേവതി നക്ഷത്രം എന്ന് പറയുന്നത് മീനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും പ്രിയപ്പെട്ടവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രേവതി നക്ഷത്രത്തിൻ്റെ ദേവത പൂഷാവാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ആനയാണ്. ഭൂതം ആകാശമാണ്. പക്ഷി മയിലാണ്. വൃക്ഷം ഇരിപ്പിയാണ്. ഈ നക്ഷത്ര ജാതകരുടെ ജനനം ബുധദശയിലാണ്. അപ്പോൾ എല്ലാ രേവതി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലം ബുധദശാകാലം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതം ഇപ്പോൾ ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അറിയുവാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. രേവതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ദശാകാലം, രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആദ്യത്തെ ദശാകാലം ബുധദശാകാലമാണ്. ബുധദശാകാലം 17 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും 17 വർഷം വന്നു ചേരണമെന്നില്ല. ഞാനൊരു ഉദാഹരണത്തിന് 15 വർഷം ഒരു കുട്ടിക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 15 വയസ്സ് വരെ ബുധദശാകാലമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം അവർക്ക് കേതുവിൻ്റെ ദശാകാലമാണ്. അപ്പോൾ 22 വയസ്സായി. പിന്നെ 20 വർഷം ശുക്രദശാകാലം 42 വയസ്സായി. അത് കഴിഞ്ഞാൽ പിന്നെ 6 വർഷം സൂര്യദശാകാലം 48ആയി. 10 വർഷം ചന്ദ്രദശാകാലം 58ആയി. 7 വർഷം കുജദശാകാലം 65ആയി. അത് കഴിഞ്ഞാൽ പിന്നെ 65 കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിലെ ദശാകാലം എന്ന് പറയുന്നത് രാഹു ദശാകാലമാണ്. അപ്പോൾ 65 തൊട്ട് 73 10 83 വയസ്സ് വരെ രാഹു ദശാകാലം. അത് കഴിഞ്ഞാൽ പിന്നെ 16 വർഷം വ്യാഴദശാകാലം 83 6 89 10 99ആയി. 99 കഴിഞ്ഞാൽ 19 വർഷം ശനി ദശാകാലം 99 108 118 അങ്ങനെയാണ് അതിൻ്റെ കണക്ക് പോകുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടി അതിൻ്റെ കൂടെ തൊട്ടടുത്ത ദശാകാലമായ കേതു ദശാകാലം കൂടെ കൂട്ടിയാൽ ഇപ്പോൾ ഏത് ദശാകാലത്തു കൂടിയാണ് കടന്നു പോകുന്നത്, ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുപ്രകാരം സമയം മോശമാണെങ്കിൽ അതിനുള്ള ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. രേവതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നം ശുക്രദശാകാലത്ത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം ഈ രേവതി നക്ഷത്രം മീനക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ആ കൂറിൻ്റെ അധിപൻ, രാശിയുടെ അധിപൻ വ്യാഴമാണ്. അപ്പോൾ ഇവിടെ വ്യാഴം ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തെ ശത്രുവായിട്ട് കാണുവാണ്. വ്യാഴവും ശുഭഗ്രഹമാണ്, ശുക്രന് ശുഭഗ്രഹമാണ്. പക്ഷെങ്കിൽ വ്യാഴം ശുക്രനെ ശത്രുവായിട്ട് കാണുന്നത്. അപ്പോൾ ഈ രേവതി നക്ഷത്ര ജാതകരുടെ ദാമ്പത്യ ജീവിത കാലത്ത് ഈ ശുക്രൻ്റെ ദശാകാലം വരുമ്പോൾ ആ സമയം കൂടുതൽ ആൾക്കാരുടെയും ജീവിതത്തിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ് ഉണ്ടാകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. അത് ആ ദശാകാലം മാറുമ്പോൾ അതങ്ങ് മാറും. ഈ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, പരസ്പരം സംശയം, പരസ്പരം കലഹം, അടി, അങ്ങനെ പരസ്പരം ഒരുമിച്ച് ജീവിക്കണമെന്ന് താല്പര്യമില്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ അങ്ങ് വേദനിപ്പിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിലെ അഭിവൃദ്ധിക്കും ഉന്നമനത്തിനും തടസ്സമായി വന്നു ചേരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ഐകമത്യ സൂക്താർച്ചന എന്ന അർച്ചന നടത്തുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങളില്ലാതെ മുമ്പോട്ട് പോകും. അപ്പോൾ പലരും ഈ സമയത്ത് ഡിവോഴ്സ് ചെയ്യണമെന്ന് ഉറപ്പിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ കേൾക്കുകയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് സമയദോഷമാണ്. നിങ്ങൾ പെട്ടെന്നൊരു അവിവേകത്തിൽ ചാടരുത്. സമയദോഷം മാറിക്കഴിയുമ്പോൾ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. രേവതി നക്ഷത്ര ജാതകരെക്കുറിച്ച് പറഞ്ഞാൽ രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സൗന്ദര്യം, അഹങ്കാരം, ബുദ്ധി, സാമർഥ്യം എന്നിവയുള്ളവരാണ്. പ്രതാപശാലിയും ധനവാനുമായിരിക്കും. പ്രതാപമൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു 45-50 വയസ്സൊക്കെ ആകുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പ്രതാപം വന്നു ചേരുന്നത്. സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരാണ്. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തവരാണ്. അവരുടെ മുഖഭാവം കണ്ടാൽ ഒരു സ്നേഹം തോന്നുന്ന മുഖഭാവമല്ല,
ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ളതാണ്, പക്ഷെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ അവർക്കറിയത്തില്ല. ഇവർ ഏർപ്പെടുന്ന രംഗങ്ങളിൽ എളുപ്പം നേതൃസ്ഥാനത്ത് എത്തിച്ചേരാൻ ചിലർക്കൊക്കെ കഴിയും. ചിലരൊക്കെ ബിസിനസ്സിൽ നല്ല പങ്കാളികളാണ്. പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഒരു 45 വയസ്സ് മുതലൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്. രേവതി നക്ഷത്ര സ്ത്രീകൾ സുന്ദരികളും സഹകരണ മനോഭാവം, അതുപോലെ തന്നെ സ്ത്രീ സന്താനങ്ങളാണ് ഇവർക്ക് കൂടുതലായിട്ടുണ്ടാകുക. കുടുംബജീവിത വിജയം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണെന്ന് ജ്യോതിഷം പറയുന്നു. രേവതി നക്ഷത്ര ജാതകർ ഭരണി, രോഹിണി, ഉത്രാടം, തിരുവാതിര എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും ഒഴിവാക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നും ജ്യോതിഷം വിലക്ക് കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ രേവതി നക്ഷത്ര ജാതകർ പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ ശുക്രദശാകാലം ആണ് ശ്രദ്ധിക്കേണ്ടത്. ആ സമയം അവർക്ക് ദോഷം ചെയ്യുന്ന സമയമാണെന്നുള്ളത് ഓർക്കുക. ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്തുക, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക, അവിടുത്തെ വഴിപാടുകളൊക്കെ ചെയ്യുക. ദാമ്പത്യ ജീവിത വിജയത്തിനായിട്ടുള്ള നേർച്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് ജീവിതത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും എന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി നമ്മൾ പതിവായി ചിന്തിക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസത്തെക്കുറിച്ചാണ്. നാളത്തെ നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമായി വന്നു ചേരുന്നു എന്നാണ് ചിന്തിക്കാൻ പോകുന്നത്. നാളത്തെ നക്ഷത്ര ദിവസം രേവതി നക്ഷത്ര ദിവസമാണ്. തൃക്കേട്ട, മൂലം, ഉത്രട്ടാതി, തിരുവോണം, ചതയം, പൂയം, ആയില്യം എന്നീ നാളുകാർക്ക് നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ നാളത്തെ ദിവസം തീർച്ചയായിട്ടും വന്നു ചേരും. ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും നാളത്തെ നക്ഷത്ര ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയിലുള്ളത് ഉത്രാടം, അവിട്ടം, പൂരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത്. അവരെ വേദനിപ്പിക്കുന്നതോ അവർ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളത് ഉത്രാടം, അവിട്ടം, പൂരുട്ടാതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നാളെ പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. രാവിലെ തിങ്കളാഴ്ച ദിവസം രാവിലെ 6 മണി 9 മിനിറ്റ് മുതൽ 7 മണി 39 മിനിറ്റ് വരെ ശുഭസമയമാണ്. അതിനുശേഷം 10 മണി 39 മിനിറ്റ് മുതൽ 3 മണി 9 മിനിറ്റ് വരെയും ശുഭസമയമാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്യുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി 6 ആണ്. അപ്പോൾ ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 6 വരുന്നു. അപ്രകാരം 6 വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. കടുനീല, ചുവപ്പ്, പച്ച നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളത്തെ ദിവസം ചുവപ്പ്, പച്ച, കടുനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ വന്നു ചേരും. കൂടുതൽ നല്ല ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ പേരിലുള്ളവർക്കായിരിക്കുമെന്നും സംഖ്യാജ്യോതിഷം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യം പിന്തുടരുക, ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വരുവാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള ജ്യോതിഷപരമായ സത്യങ്ങളാണ് പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ മനുഷ്യ ജീവിതത്തിലെ അവസ്ഥകളെക്കുറിച്ച് കണ്ടുപിടിച്ച് പറയുവാൻ ഉള്ളൊരു ശാസ്ത്രമാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം. നമ്മൾക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസിനോ എക്സ്റ്റേണൽ ഓർഗൻസിനോ ഒക്കെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, ഏതെങ്കിലും വിധത്തിലുള്ള രോഗം വന്നാൽ അത് ചികിത്സിച്ച് ഭേദമാക്കുവാനുള്ള ആധുനിക ശാസ്ത്ര സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവരുടെ ദാമ്പത്യ ജീവിത തകർച്ച, കുടുംബ തകർച്ച, ധനപരമായ പ്രശ്നങ്ങൾ, മക്കളുടെ ദോഷങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഒരു മിഷനിൽ കൂടി ഈ മനുഷ്യരെയൊക്കെ കടത്തിവിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇന്നുവരെയും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിനു വേണ്ടിയാണ് പ്രകൃതീശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തൻ മനുഷ്യർക്ക് ബുദ്ധിയും ജ്ഞാനവും കൊടുത്ത് അവരത് കണ്ടുപിടിച്ച ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. ജ്യോതിഷത്തെ ഇപ്പോഴും അകറ്റി നിർത്തി കാണുന്നവരുണ്ട്. ഏതാണ്ട് രഹസ്യത്തിൽ കൂടിയൊക്കെയാണ് പലരും ജ്യോതിഷത്തെ വീക്ഷിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, ഇത് സത്യമായ ശാസ്ത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു, പൂയം നാളുകാർക്ക് ധനം വന്നു ചേരാനുള്ള ഭാഗ്യകരമായ അനുഭവം ഉണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ഒരു വ്യക്തി ആ വീഡിയോ കേട്ടിട്ട് പോയി ലോട്ടറി ടിക്കറ്റ് എടുത്തു. പുള്ളിക്ക് 10,000 രൂപ കിട്ടി. അന്നത്തെ ദിവസം രാവിലെ വേറൊരു വ്യക്തിക്ക് 10,000 രൂപ കടം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ വ്യക്തി ചോദിച്ചപ്പോൾ ഞാൻ എങ്ങനെ പണം കൊടുക്കും എന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ നക്ഷത്രഫലം കേട്ടത്. നക്ഷത്രഫലം കേട്ട് എന്തായാലും വിശ്വസിച്ച് പുള്ളി 3 ടിക്കറ്റ് എടുത്തു. ആ 3 ടിക്കറ്റിന് സമ്മാനം കിട്ടി. അങ്ങനെ 10,000 രൂപ കിട്ടി. ആ കടം കൊടുത്തു തീർത്തു.
അത് ആ വ്യക്തി എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്നേരം ചിന്തിച്ചു, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കാര്യമായ ഗുണമൊന്നുമില്ല, നേട്ടമൊന്നുമില്ലെങ്കിലും എത്ര പേർക്ക് അത് പ്രയോജനകരമായി തീരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ നേട്ടം. അപ്പോൾ ആ വ്യക്തി എന്നെ തൃശ്ശൂരുള്ളതാണ്. ആ വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, നോല തിരുമേനി, ഇത് നക്ഷത്രഫലം കേട്ട് ഞാനത് പോയി ടിക്കറ്റ് എടുത്തു. എനിക്ക് ആ വ്യക്തിയുടെ മുമ്പിൽ എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റി. എനിക്ക് 10,000 രൂപ കിട്ടി. എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഞാൻ ആ വ്യക്തിയെ കണ്ടിട്ടില്ല, ആ വ്യക്തി എന്നെയും കണ്ടിട്ടില്ല. ഈ ഫോണിൽ ഈ നക്ഷത്രഫലം ചാനലിൽ കൂടെ കേട്ടതല്ലാതെ ഞങ്ങൾ തമ്മിൽ കണ്ടു. എന്നെ വിളിച്ചു, ഫോണിൽ കൂടെ വിളിച്ചു, സംസാരിച്ചു. വളരെ സന്തോഷം. അപ്പോൾ ഇങ്ങനെയുള്ള അറിവുകൾ മറ്റൊരാൾക്ക് പ്രയോജനകരമായി തീരും. എന്നാൽ അന്നത്തെ ദിവസം ഇത് കേട്ടിട്ട് ലോട്ടറി അടിക്കാത്തവരുമുണ്ട്. അത് ഞാൻ പറയുമെന്നില്ല, എപ്പോഴും പറയുന്ന കാര്യമാണ്. ലോട്ടറി എന്ന് പറയുന്നത് ഭാഗ്യദേവത കടാക്ഷിക്കണം. ഇപ്പോൾ ഒരു നക്ഷത്രത്തിന് ലോട്ടറി ഭാഗ്യം ഉണ്ടെങ്കിൽ ആ നക്ഷത്രത്തിലുള്ളവരെല്ലാവരും ലോട്ടറി ടിക്കറ്റ് എടുക്കും. അപ്പോൾ അവർക്കൊരു പ്രേരണ ഉണ്ടാകും, ലോട്ടറി ടിക്കറ്റ് എടുക്കണമെന്നുള്ള ഒരു പ്രേരണ ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർക്കുണ്ടാകും. അപ്പോൾ അവർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ അവരിൽ നിന്നും എടുക്കുന്നവർക്കെല്ലാം കേരള ഗവൺമെൻറ് സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവരിൽ നിന്നും കുറച്ച് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ ടിക്കറ്റ് എടുക്കുമ്പോൾ അവിടുന്ന് 100 പേരെ ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഈ 100 പേരെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യദേവതയാണ്. അതവിടെയാണ് ഒരു വിഷയം. അപ്പോൾ ഭാഗ്യദേവതയാണ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ആ വ്യക്തിക്ക് ഗുണകരമായി ഈ ചാനൽ കൊടുക്കുന്ന നക്ഷത്രഫലം കേട്ട ആ വ്യക്തിക്ക് ഒരു ഗുണകരമായ ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് മെയ് 1 മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ധനപരമായ നേട്ടം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ 3 നാളുകാരും. പക്ഷെങ്കിൽ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നു, കമൻ്റ് ഇടുന്നു, വാട്സപ്പിൽ കൂടി കമൻ്റ് ഇടുന്നു, വ്യാഴം മാറി, രാശി മാറി, ഇപ്പോൾ 6 ദിവസമായി, ഒരു കാര്യവും നടക്കുന്നില്ല, പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു നേട്ടവും വന്നു ചേരുന്നില്ലല്ലോ, എന്താണ് കാരണം? ഞാനിത് നേരത്തെ പറഞ്ഞു, പ്രതീക്ഷിക്കരുത്. കാരണം പലരും പല വീഡിയോകളൊക്കെ ഇട്ട് പ്രതീക്ഷയോടു കൂടിയാണ് ആൾക്കാർ കാത്തിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശത്രു ക്ഷേത്രത്തിൽ പോയി വ്യാഴം നിൽക്കുന്നത് കൊണ്ട് വ്യാഴത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഒരു ശുഭഗ്രഹമാണ്, ശുഭക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് മാത്രം. അതിൻ്റേതായ ഒരു ചെറിയൊരു ആശ്വാസം മാത്രം ലഭിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഇപ്പം വ്യാഴം മേടൻ രാശിയിൽ കഴിഞ്ഞ 1 വർഷക്കാലം നിന്നു. തുലാക്കൂറുകാർക്ക് ഈ പറയുന്ന ഒരു നേട്ടവും ഉണ്ടായില്ല. 7ാം ഭാവത്തിൽ വ്യാഴം നിന്നു. വ്യാഴം ദൃഷ്ടി ചെയ്ത് തുലാക്കൂറിലേക്കാണ്. പക്ഷെങ്കിൽ വ്യാഴം ദൃഷ്ടി ചെയ്ത് തുലാക്കൂറിലേക്കാണെങ്കിലും വ്യാഴം ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ദൃഷ്ടി ചെയ്തത്. അപ്പോൾ ശത്രു നിറഞ്ഞൊരു ദൃഷ്ടിയാണ് അവിടെ വന്നത്. അതുകൊണ്ട് തുലാക്കൂറിൽപ്പെട്ട പലർക്കും, ഒരുപാട് പേർക്കും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമല്ലാതെ, പ്രത്യേകിച്ച് അവരുടെ 5ാം ഭാവത്തിൽ, തുലാക്കൂറിൻ്റെ 5ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. ശനിയുടെ ആ സ്ഥിതി മൂലം ഭയങ്കര പ്രതിസന്ധികളാണ് അവരുടെ ജീവിതത്തിൽ. ഒട്ടുമിക്ക ആൾക്കാരും പ്രതിസന്ധിയിലാകപ്പെട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കൊണ്ട് പ്രതീക്ഷിക്കുന്നുള്ള ധനനേട്ടം ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇടവക്കൂറിൻ്റെ അധിപനായ ശുക്രൻ മേടൻ രാശിയിലാണ് നിൽക്കുന്നത്, ശത്രുതയിലാണ് നിൽക്കുന്നത്, സൂര്യനുമായിട്ട് ചേർന്നാണ്. അപ്പോൾ ശുക്രൻ്റെ ശത്രുവാണ് സൂര്യൻ, സൂര്യൻ്റെ ശത്രുവാണ് ശുക്രൻ. അപ്പോൾ ഇങ്ങനെ ശത്രുതയിൽ നിൽക്കുന്നത് കൊണ്ട്, ആ കൂറിൻ്റെ അധിപൻ ശത്രുതയിൽ നിൽക്കുന്നതുകൊണ്ട് ആ കൂറിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഒരു ബലമില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇപ്പോൾ ഒരു വീട്ടിലെ അപ്പനും അമ്മയും അടിയാണെങ്കിൽ, ആ വീടിൻ്റെ നാഥയും തമ്മിൽ അടിയാണെങ്കിൽ മക്കൾക്ക് സ്വസ്ഥത കിട്ടുമോ? മക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെയാണ്, നല്ല മനോഹരമായൊരു വീടാണ്, പക്ഷെങ്കിൽ ആ വീട്ടിൽ നാഥയും തമ്മിൽ പരസ്പരം അടിയാണ്, ശത്രുക്കളാണ്. അവർ വീടിൻ്റെ ഒരു ഭാഗത്ത് കിടന്ന് അടിക്കുന്നു. പക്ഷേ ആ വീട്ടിൽ താമസിക്കുന്ന മക്കൾക്ക് അതുകൊണ്ട് സ്വസ്ഥത ഉണ്ടാകുമോ? സമാധാനം ഉണ്ടാകുമോ? അവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുമോ? അപ്പോൾ ഒന്നുമില്ല. എന്ന് പറഞ്ഞ പോലെയാണ് വ്യാഴത്തിൻ്റെ അവസ്ഥ. ഇപ്പം മേടൻ രാശി വിട്ട് സൂര്യൻ ഇടവൻ രാശിയിലേക്ക് വരുന്നു, തൊട്ടുപുറകെ ശുക്രനും വരുന്നു. അപ്പോൾ അങ്ങനെയാണ് വീണ്ടും ഈ ശത്രുത വരാൻ പോവുകയാണ്, നിലനിൽക്കാൻ പോവുകയാണ്. അപ്പോൾ കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഇടവൻ രാശിയിലേക്ക് സൂര്യനും ശുക്രനും കടന്നു വരുമ്പോൾ വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ട് വ്യാഴം ഒരു മധ്യസ്ഥനായിട്ട് അവിടെ പെരുമാറും. അപ്പോൾ വലിയ ദോഷം വരുന്നു ചേരാതെ ഒരു ആശ്വാസത്തിന് വക പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു വരാനുള്ളത്. പലരും ഇങ്ങനെ ഒരുപാട് വീഡിയോകളൊക്കെ ചെയ്തു. അത് കേട്ടിട്ട് ആൾക്കാരൊക്കെ, ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരാണെങ്കിലും പല വീഡിയോകൾ കേൾക്കുമല്ലോ.
അപ്പോൾ അവരൊക്കെ കേട്ടിട്ട് പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞു തരുവാനുള്ളത് ഇങ്ങനെയാണ്. ചിലപ്പോൾ പ്രിയപ്പെട്ടവർ ഓർക്കും ഞാൻ വിപരീതമാണല്ലോ പറയുന്നതെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഇതിൻ്റെ യഥാർത്ഥമായ സത്യാവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഭരണി നക്ഷത്ര ജാതകരൊക്കെ വളരെ പ്രതീക്ഷയിലാണ് ഇരുന്നത്. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലും ഭേദം നേരത്തെ സ്ഥിതി തന്നെയായിരുന്നു പലരും പറയുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ്, ഈ ഒരു സാഹചര്യം കൊണ്ടാണ് ധനപരമായ നേട്ടം വന്നു ചേരാത്തതെന്നുള്ളത് മനസ്സിലാക്കുക. നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹത്തിന് അത്ര അനുകൂലമായ ദിവസമല്ല. പിതാവിൻ്റെ സ്ഥിതി പിതാവിന് അനുകൂലമാണെങ്കിലും പിതാവ് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നൊരു സമയമാണിപ്പോൾ. പിതാവിന് സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതയൊക്കെ വന്നു ചേർന്ന് കുടുംബത്തിൽ കലഹമുണ്ടാക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം പ്രതികൂലമാണ്. തൊഴിൽപരമായ നേട്ടം അവർക്ക് ഉണ്ട് എന്നല്ലാതെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ദാമ്പത്യ ജീവിത സുഖത്തിൽ കുറവ് വരും. അതുപോലെ തന്നെ ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അവസ്ഥയിൽ കുറവ് വരും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസവും വന്നു ചേരുക എന്നുള്ളത് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മ അത്ര അനുകൂലമായ ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അനുകൂലമാണ്. തൊഴിൽപരമായി നല്ല നേട്ടമുള്ള സമയമാണ്. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. സഹോദരങ്ങളും മക്കളുമായി ശത്രുത അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖം അത്രമേൽ മെച്ചമല്ല. വ്യാപാരികൾക്കും നാളത്തെ ദിവസം അത്രമേൽ നേട്ടമുള്ള ഒരു ദിവസമല്ല. എങ്കിലും കുടുംബസുഖം ദാമ്പത്യ സുഖമൊക്കെ അവർക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷെങ്കിൽ വലിയ മെച്ചമല്ല എന്നുള്ളതാണ് നാളത്തെ സ്ഥിതി. ചന്ദ്രൻ ബലക്കുറവിലായതുകൊണ്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും അത്ര പവർഫുള്ളായി വന്നു ചേരാത്തതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത മുക്കാൽ നാളുകൾക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. സഹോദര സ്ഥിതി സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമൊക്കെ പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതി ഇവർക്ക് നാളത്തെ ദിവസം നേട്ടമാണെങ്കിലും മാതാവിന് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ മാതാവിൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം ഇവർക്ക് വന്നിരുന്ന ദിവസമാണ്. ബന്ധുക്കളുടെ ഗുണം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭാര്യാപുത്രാദികളും ധനവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എങ്കിലും ചന്ദ്രൻ്റെ ബലക്കുറവ് മൂലം അത്രയേറെ ഗുണകരമായ രീതിയിൽ വന്നു ചേരാൻ സാധ്യത കുറവാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയും കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹന്മ അനുകൂലമായ ഒരു ദിവസമല്ല. പ്രത്യേകിച്ച് പുണർതം കാല പൂയം ആയില്യം നാളുകാരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി പോകുന്ന സമയമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സമയമാണ്. ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ അവർക്ക് വന്നു ചേരുന്നൊരു സമയമാണ്. അപ്പോൾ കുടുംബത്തിൻ്റെ സ്ഥിതിയിലും അവർക്ക് ടെൻഷനാണ്. ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് ധനസ്ഥിതിയും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരുന്നതുകൊണ്ട് ടെൻഷനാണ്. ഒരു സുഖവും സ്വസ്ഥതയും ഒന്നുമില്ലാത്തൊരു സമയമാണ്. ഒട്ടുമിക്ക ആൾക്കാരും ഭാര്യയുമായി കലഹിക്കുവാൻ സാധ്യതയുള്ളൊരു സമയമാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു സമയമാണ് എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം ഈ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നാളെ ഇവരെ മാനസികവും ശാരീരികവുമായ സ്ഥിതിക്ക് ദോഷം വരുത്തുന്നതായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേക്കാം എന്നുള്ളതും പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടും പ്രത്യേകം ഞാൻ പറഞ്ഞു തരികയാണ്, സമയദോഷം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നത്. ഞാൻ പലർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് പലരും പറഞ്ഞു ജ്യോതിഷമൊന്നും ശരിയല്ല, ഇതൊക്കെ ചുമ്മാതെയാണ്, തട്ടിപ്പാണ്, കാശുണ്ടാക്കാൻ വേണ്ടി. എന്ത് കാശുണ്ടാക്കാനാണ്? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്ന് ലഘൂകരിക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടും അവരൊന്നും അംഗീകരിക്കുന്നില്ല. സമയദോഷം കൊണ്ടാണ്. കാരണം അതിനെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം പോകുമെങ്കിലും പെട്ടെന്ന് പറയാം. കർക്കിടകക്കുറുകാരുടെ രണ്ടാം ഭാവമാണ് ധനഭാവം, കുടുംബഭാവം. ആ ഭാവത്തിൻ്റെ അധിപൻ സൂര്യനാണ്. അപ്പോൾ സൂര്യൻ മേടൻ രാശിയിൽ നിൽക്കുന്നു, ശത്രുവായ ശുക്രനുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ ധനപരമായ വിഷയത്തിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഒരു സ്വസ്ഥതയും സുഖമൊന്നും ഉണ്ടാകുന്ന സമയമല്ല. അപ്പോൾ ഇത്രയും ഒക്കെ ആൾക്കാർക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടും പലരും പ്രശ്നങ്ങൾ രൂക്ഷമാക്കുകയാണ്. ഭാര്യയുമായിട്ട് കലഹിക്കുകയാണ്, കുടുംബത്തിൽ സ്വസ്ഥതക്കുറവ് ഉണ്ടാക്കുകയാണ്, അവർ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. പലയിടത്തും പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇതൊക്കെ പ്രിയപ്പെട്ടവരൊന്ന് ഈ കേൾക്കുന്നവരെങ്കിലും ഒന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം.
അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്രയും വ്യക്തമായിട്ടൊക്കെ പറയുന്നത്. ഗ്രഹങ്ങളെ വെച്ചാണല്ലോ ജ്യോതിഷത്തിൽ കൂടി പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി മെച്ചമല്ല. ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ തൊഴിൽപരമായി അത്ര വലിയ മെച്ചമല്ല. നാളത്തെ ദിവസം ഇവർക്ക് മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം കർക്കിടകക്കുറിൽപ്പെട്ട പുണർതംകാല പൂയമായില്ലെന്ന ആളുകാർക്കെന്നുള്ളത് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അത്ര മെച്ചമല്ല. തൊഴിൽപരമായ വലിയ നേട്ടമല്ല. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും അത് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ പിതാവിന് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളത്, എല്ലാ കാര്യങ്ങളിലും അനുകൂലമായ നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അനുകൂലമല്ല. പലവിധമായ കഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. മക്കളുടെ സ്ഥിതി ഏറെക്കുറെ മക്കളുടെ സ്ഥിതി അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. പലരും ഈ നാളുകാരായിട്ടുള്ള പലരും കന്നിക്കൂറിൽപ്പെട്ട പലരും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹക്കുറവ് മൂലം പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നു. മെയ് 1 മുതൽ ഇതൊക്കെ മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരുന്നത്. എന്നാൽ മെയ് 1 മുതൽ വ്യാഴത്തിന് ശത്രു നിറഞ്ഞൊരു അനുഭവം നിലനിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഉടനെ പ്രതീക്ഷിക്കാം, ഒരു മാസം കൂടെ കഴിയുമ്പോൾ ഏകദേശമൊക്കെ ഒരു മാറ്റം വരും എന്നുള്ള രീതിയിൽ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി അത്ര മെച്ചമായ ദിവസമല്ല. തൊഴിൽപരമായും അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. തൊഴിൽപരമായി വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ആഗ്രഹിക്കുന്നുള്ള കാര്യങ്ങളൊന്നും നടന്ന് കിട്ടുന്ന സമയമല്ല. അത്തരത്തിലൊരു ദിവസവുമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എങ്കിലും പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ ബലത്താൽ, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ അനിഴം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതിയും അത്ര പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരുന്നൊരു ദിവസമല്ല. തൊഴിൽപരമായി നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നിരുന്ന സമയമാണ്. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. എങ്കിലും തൊഴിൽപരമായി വലിയ നേട്ടം അവർക്ക് വന്നു ചേരുന്നില്ല. തൊഴിലിടങ്ങളിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലുള്ള തൊഴിൽപരമായ നേട്ടം ഇവർക്ക് വന്നു ചേരാത്തൊരു സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റം വരും. കുറച്ച് സമയം കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെല്ലാം മാറ്റം വരും. ഇപ്പോൾ വളരെ ധനപരമായി വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് കഴിഞ്ഞു പോകുന്നത്. കുടുംബത്തിൻ്റെ സ്ഥിതിയും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇതിനൊക്കെ ഒരു മാറ്റം വരും എന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖം അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും അവിടെയും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാം. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. മാതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാം. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമായ സ്ഥിതിയല്ല. പിതാവിന് ശത്രുത വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേവതന്മാർ അത്ര അനുകൂലമായ ഒരു ദിവസമാണെന്ന് പറയാൻ പറ്റത്തില്ല. ധനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ നാളെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസം തൊഴിൽപരമായി അത്ര മെച്ചമായ ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവ് മുഖേന വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവയ്ക്ക് നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറെക്കുറെ നാളത്തെ ദിവസം
സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവ് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. ജന്മശനിയുടെ ഭാഗമായിട്ടുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും നാളത്തെ ദിവസം ധനപരമായ ഒരു സ്ഥിതി ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ധനത്തിൻ്റെ സ്ഥിതി ഏറെക്കുറെ പ്രതീക്ഷിക്കാം. കുടുംബത്തിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ മെച്ചമായ സാഹചര്യത്തിൽ കൂടി കടന്നുപോയെങ്കിലും ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. തൊഴിൽപരമായുള്ള നേട്ടം ഇവർക്ക് കുടുംബത്തിലേക്ക് ധനം ഉണ്ടാക്കി തരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എങ്കിലും അത്ര തൃപ്തികരമല്ല. അവിടെ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശത്രുത മൂലം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണെങ്കിലും പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്ന് അതുമുഖേനയുള്ള കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെയും വന്നു ചേരാവുന്ന ഒരു ദിവസമാണ്. ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാലം തുട്ടാതി രേവതി നാളർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥത ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. മനസ്സിൽ വൈരാഗ്യം കൊണ്ട് നടക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര നല്ലതല്ല. കുടുംബത്തിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങളാണ് വന്നു ചേരുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഇവരിൽ രൂക്ഷമായി കത്തി നിൽക്കുന്നൊരു സമയമാണ്. ഇവരുടെ 7ാം ഭാവാധിപനും അഷ്ടമാധിപനും ചേർന്ന് നിൽക്കുന്നു. പ്രത്യേകിച്ച് 7ാം ഭാവാധിപന് ബലമില്ല, അഷ്ടമാധിപന് ബലമുണ്ട്. അപ്പോൾ ഭർത്താവ് ഭാര്യയെ തിരിഞ്ഞു നോക്കാത്തൊരു സമയമാണ്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹം കുറയുന്നൊരു സമയമാണ്. ഇത് ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ടാണ് വന്നു ചേരുന്നതെന്നുള്ളത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. പരസ്പരം സ്നേഹിക്കുക, നല്ല രീതിയിൽ പോവുക, നിങ്ങളുടെ കുടുംബം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക, ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമേ. മക്കളുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കണമേ. നിങ്ങളുടെ മക്കളുടെ സ്ഥിതിയും അത്ര മെച്ചമല്ല. മക്കളുടെ സ്ഥിതി നാളത്തെ ദിവസം അനുകൂലമല്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളുടെ ജീവിതം തകർന്നു പോകരുത്. 12ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. 7 ശനിയുടെ ഭാഗമായിട്ടുള്ള ശനി നിൽക്കുന്നു. നാളത്തെ ദിവസം വളരെ പ്രതികൂലമായ സാഹചര്യമാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് തൊഴിൽപരമായ നേട്ടം ഇപ്പോൾ നിങ്ങൾക്കുണ്ട്. അതിൻ്റെ ഒരു ധൈര്യം കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ പിച്ച് ചെയ്ത് കളയരുത് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കുക. തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അത് ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ട് വന്നു ചേരുന്നതാണ്. അതിനുള്ള പരിഹാരമായി ക്ഷേത്ര ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. മഹാദേവൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ രക്ഷിക്കും. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണെങ്കിലും പിതാവിന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരുന്നതുകൊണ്ട് കുടുംബത്തിലെ സ്ഥിതിയും അത്ര മെച്ചമല്ല. അപ്പോൾ നാളെ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെയാണ് നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രശ്നങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജീവിതം സന്തോഷവും സമാധാനവും നിറഞ്ഞ അനുഭവത്തിൽ കൂടി കടന്നു പോകാൻ വേണ്ടി മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവ അനുഗ്രഹിക്കണമേ എന്നാണ് ഞാൻ നിത്യവും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരിലും മഹാദേവൻ പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാദേവൻ്റെ കരങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഏൽപ്പിക്കുകയാണ്. ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലി മഹാദേവൻ്റെ കരങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഏൽപ്പിക്കുന്നു. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയത്തിന് വേണ്ടി നാളത്തെ ദിവസം നാളെ വൈകുന്നേരം 4:58 മുതൽ 7:58 വരെ പ്രദോഷ സന്ധ്യ വ്രതം എടുക്കണം. നാളെ തിഥി ത്രയോദശിയാണ്. ആ കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു. മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.